കഴിഞ്ഞ പ്രാവശ്യം പരിപ്പ് കറിയുടെ റെസിപ്പി ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എല്ലാം എടുത്ത് വെച്ചു, റെഡിയാക്കി വന്നു. പരിപ്പ് വേകുകയും ചെയ്തു. അരയ്ക്കാൻ്റെ സമയമായപ്പോൾ സമയത്തിന് കറണ്ട് അങ്ങ് പോയി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഇപ്പോഴാണ് കറണ്ട് വന്നത്. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന്, ഞങ്ങൾക്ക് വിശക്കുന്ന സമയമായിപ്പോയി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പരിപ്പ് കറി അങ്ങ് ആക്കിയെടുത്തു. മട്ടൻ്റെ കോമ്പിനേഷൻ പരിപ്പ് കറിയാണ്, അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളെ ആ റെസിപ്പി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. സാരമില്ല, വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത ഉടനെ തന്നെ കാണിക്കാം. പിന്നെ വന്നിട്ട് ഇതിന് പപ്പടവും. ഇതിൻ്റെ അടുത്തൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അച്ചാർ, നാരങ്ങ അച്ചാറാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഉച്ചയൂണ് കുശാലായിരിക്കും, ഒരു തോരൻ പോലും ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഉടൻ തന്നെ നിങ്ങളെ ഇത് കാണിച്ചു തരാം കേട്ടോ. ഈ പരിപ്പ് ഞങ്ങളുടെ പത്തനംതിട്ടക്കാരുടെ സ്പെഷ്യലാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണേ. അത് അവിടുത്തുകാർ തന്നെ വെക്കണം ഈ പരിപ്പ് കറി. ഞാനിത് മറ്റാർക്കും കൊടുക്കില്ല കേട്ടോ, ഇതിലെ കൊഴുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. അപ്പോൾ പപ്പടവും കൂട്ടി ഇന്നത്തെ നമ്മുടെ ഊണ്. ഇത് നെയ്യിലാണ് കേട്ടോ കടുക് വറുത്തേക്കുന്നത്, അതുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാം കൂടി കുശാല. അപ്പോൾ ഓക്കെ, ബൈ.